യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കി. കൊച്ചിയിലേക്കുള്ള 4 വിമാനങ്ങളടക്കം 11 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരത്ത് നിന്നുള്ള 8 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയത്. അടിയന്തര സാഹചര്യം പരിഗണിച്ച് വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 11 മണിക്ക് ഫ്ലൈറ്റ്. ഇവിടെ ബ്ലോക്കാണ് കൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് ക്യാൻസൽ കൊണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. റീഫണ്ടൊന്നും റൂം സൗകര്യമൊന്നും അവർ തന്നില്ല. റിട്ടേൺ വീണ്ടും വരികയാണ് പറഞ്ഞാൽ 4000-8000 രൂപ വീണ്ടും ചിലവ് വരും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും തരാമെന്നാണ് പറഞ്ഞത്. ഫ്ലൈറ്റ് ഇതുവരെ അവർ വേറെ ഇല്ലയെന്നൊന്നും അറിയിച്ചിട്ടില്ല. ഞാനാണെങ്കിലും ഇവിടുന്ന് ഇപ്പം അകത്ത് കയറി ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഉണ്ട്, ക്യാൻസൽ ആക്കിയിട്ടില്ല, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ചെക്കിങ് കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രിയിലൊക്കെ നമുക്ക് കിട്ടിയേക്കുന്ന വിവരം അനുസരിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളൊരിതായിരുന്നു. പിന്നെ രാവിലെ എന്തായാലും എയർപോർട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞ് എന്താ സ്ഥിതി എന്നനുസരിച്ച് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ചെക്കിൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ റീഷെഡ്യൂൾ ഈവനിങ്ങോ എന്തെങ്കിലും മാറ്റുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം പോകുന്ന കാരണം നമ്മൾ ഒരു ടെൻഷൻ, ഇനി എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമോ എന്നുള്ളൊരു പ്രശ്നം കാരണം ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ TV ചാനലിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ പ്രശ്നത്തിലായിപ്പോയി. ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞത് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും വ്യോമപാത തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലായി. അല്ലെങ്കിൽ 2 ദിവസത്തെ പ്രശ്നം ഞങ്ങൾ ഈ പാക്കിംഗ് ഒക്കെ ചെയ്തും പിള്ളേർ 3 പിള്ളേർ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ വിവരം അറിഞ്ഞത്. 1:05 ഫ്ലൈറ്റ് ക്യാൻസൽ കാണിക്കണേ, പക്ഷേ ഞങ്ങളുടെ 10:35 എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ ചെക്കിങ് തുടങ്ങി. ഇപ്പോൾ ഹാപ്പിയാണ്. വിവരങ്ങളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരനും കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരും ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക് പോയാൽ, സഹിൻ, ഈ സംഘർഷങ്ങൾ വിമാനയാത്രയെ ബാധിക്കുന്ന വിധത്തിൽ വ്യോമപാത അടയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനിശ്ചിതമായി നീളുകയും അതിൻ്റെ ഒരു അനിശ്ചിതത്വവുമാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. അവർ ഏത് തരത്തിലാണ് ഈ അനിശ്ചിതാവസ്ഥകളോട് പ്രതികരിക്കുന്നത്? ഏതൊക്കെ സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അറബ് രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ എയർ ഇന്ത്യ സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 17ഓളം വിമാനങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതും തിരിച്ചു വരുന്നതുമായ 17ഓളം വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും യാത്ര പല ആളുകളുടെയും മുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ യാത്ര ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ യാത്രക്കാർക്കുണ്ട്. പക്ഷേ ഒട്ടുമിക്ക യാത്രകളും ഇന്ന് പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഒരു യാത്രക്കാരനാണ്. ഇദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചാലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഏത് ഫ്ലൈറ്റിനായിരുന്നു? എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിലേക്കുള്ളത്. എത്ര മണിക്കായിരുന്നു? അത് രാവിലെ 8:45 പോകേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 12 മണിക്ക് വിട്ടാലേ നമുക്ക് ടൈമിൽ ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി പോകുന്നതാണ്? രാത്രി പോരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. 2:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ മെസ്സേജ് വിടുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് പറഞ്ഞു. അത് നമ്മളിവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്ന കാര്യം? ഇനിയിപ്പോൾ തിരിച്ചു പോകാനില്ല. എനിക്കിപ്പം മസ്കറ്റിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഒരു ബ്രദറിലോ ഉണ്ട്, അദ്ദേഹം അവിടെ ടിക്കറ്റ് അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഒമാൻ എയറിൻ്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ താനും. അപ്പോൾ ഇവിടെ ടിക്കറ്റ്, നമ്മുടെ പഴയ ടിക്കറ്റ് നമുക്ക് റീകൺഫേം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്ക് ഫ്ലൈറ്റ് അതും കൺഫേം പറയുന്നില്ല. അപ്പോൾ അതിനെക്കാട്ടും വലിയൊരു ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ലഗേജും കൊണ്ട് വരുന്ന ആൾക്കാരുടെ ഒക്കെ കയ്യിൽ 10-30 കിലോ ലഗേജുമായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് സൗകര്യമായിട്ട് ഇവിടെ വെക്കാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു റൂമുണ്ട്, അതിൻ്റെ ടവർ റൂമെന്ന് പറയുന്ന ഒരു റൂമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് 4 മണിക്കൂറത്തേക്ക് 650 രൂപയും ഓരോ മണിക്കൂറത്തേക്ക് 100 രൂപയും. ഇതൊക്കെ തന്നെയാണ് ലക്ഷ്മി. എന്തായാലും ഈ യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പല യാത്രക്കാരും നമുക്ക് കാണാം, പല ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്നലെയും ഇന്നുമൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. അവർക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഒട്ടുമിക്ക യാത്രക്കാർക്കും ഉണ്ട്. പക്ഷേ അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹമൊക്കെ പോകാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങോട്ടേക്കായിരുന്നു പോകേണ്ടിരുന്നത്? എനിക്ക് ദുബായിക്കാണ് പോകേണ്ടിരുന്നത്. എന്താ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവർ ഫ്ലൈറ്റ്
ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നാളെയും അവർക്ക് ഉറപ്പില്ല ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നാളത്തേക്കുള്ള ക്യാൻസലിംഗ് ബുക്കിംഗ് എടുക്കുന്നില്ല അവർ. മറ്റന്നാൾ ടിക്കറ്റ് തരാം, കൺഫേം അല്ല. മറ്റന്നാളത്തേക്കാണ്. അത് കൺഫേം അല്ല. തിരിച്ചു പോയിക്കോ എന്നാണോ പറയുന്നത്? തിരിച്ചു പോകാനാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാം. അവിടെ ജോയിൻ ചെയ്യണ്ടേ? അപ്പോൾ ഓഫീസിലൊക്കെ അറിയിച്ചപ്പോൾ എന്താ പറയുന്നത്? അവിടെ നാളെ ജോയിൻ ചെയ്യേണ്ടതെന്ന് അറിയിച്ചിട്ടില്ല. കാരണം ഇപ്പോഴാണ് ക്യാൻസൽ ചെയ്ത് ഇവർ എന്നോട് പറഞ്ഞത്. എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? 11:05. 11:05. അതെ. അവിടെ അറിയിക്കേണ്ടതായി വരും അല്ലേ? തീർച്ചയായും അറിയിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതായതുകൊണ്ട് അവർ അറിയിക്കണം. എൻ്റെ ലീവ് എക്സ്റ്റെൻഡ്. ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ? അല്ല, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ജോലി ചെയ്യുന്ന ആളാണ്. അതെ. അതുതന്നെയാണ് യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ 15:05 ദുബായിക്ക് പോകേണ്ടിരുന്ന ആളാണ്. പക്ഷേ എപ്പോഴാണ് ഇനി തിരിച്ചു പോകാൻ കഴിയുക എന്നുള്ളത് ഇപ്പോഴും അവർക്കൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പോ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല സിയാലിൽ നിന്നും കൃത്യമായ ഒരു അറിയിപ്പ് കൃത്യമായി ആളുകൾക്ക് ലഭിക്കുന്നില്ല. നേരത്തെ 17 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരുന്നു. ഇനിയും കൂടുതൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത സിയാൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തിരിച്ച് ആളുകൾക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക, എപ്പോഴാണ് പോകാൻ കഴിയുക എന്നുള്ളതിൽ ഒരു ഉറപ്പില്ല. പ്രത്യേകിച്ചും എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ മുഴുവനായും റദ്ദ് ചെയ്യുന്ന ഒരു സമയമാണുള്ളത്. ഒമാൻ എയറുകളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഏതാനും ചില ഫ്ലൈറ്റുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അത് മുൻകൂർ അവിടെ നിന്ന് വരുന്ന ആളുകൾ നിലവിൽ ടിക്കറ്റുകൾ എടുത്തിരുന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടും ഫ്ലൈറ്റുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 17ഓളം വിമാനങ്ങളാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇനിയും ക്യാൻസലിൻ്റെ എണ്ണം കൂടാനാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനങ്ങളൊക്കെ വിടും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അതും റദ്ദ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ലക്ഷ്മി. നിലവിൽ നമ്മൾക്ക് മനസ്സിലാവുന്നതും അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങളും അനുസരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിമാനങ്ങൾ റദ്ദ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ്. വ്യോമയാത്രികർ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.